ജൂബിലി, 2006 നടന്ന 40ാം വാർഷികം തുടങ്ങിയവ വൻ ചരിത്രമായിരുന്നു. കേരളത്തിലെ മതരാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ പ്രശസ്തരെ പങ്കെടുപ്പിക്കാനും സ്ഥാപനത്തിന്റെ പ്രശസ്തി ഇതര നാടുകളിലേക്ക് പ്രചരിക്കാനും ഇതുവഴി സാധിച്ചു. ആയിരത്തി 1992 നടന്ന സിൽവർ ജൂബിലി നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് നാന്ദി കുറിച്ച സമ്മേളനമായിരുന്നു. വിജ്ഞാനത്തിന്റെ നിറകുടങ്ങളും നിഷ്കളങ്കരുമായ സൂഫി വര്യരും പണ്ഡിത പ്രതിഭകളും നേതാക്കളും അണിനിരന്ന ആ വേദി ഇന്നും നമ്മുടെ ഓർമ്മകളിൽ തെളിയുന്നു. പണ്ഡിത കേരളത്തിന്റെ അജയ്യ ശബ്ദമായിരുന്ന റയീസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ ദീർഘവും ഭക്തിസാന്ദ്രവുമായ പ്രാർത്ഥനയും വൈജ്ഞാനിക ചക്രവാളത്തിലെ സൂര്യ തേജസ് 4 പതിറ്റാണ്ടുകാലം സമസ്ത കേരള ജമയത്തുൽ ഉലമയുടെ അമരത്തിരുന്ന് സമൂഹത്തിന് സത്യസരണിയുടെ രാജപാത രചിച്ച മർഹൂം ശൈഖുന ശംസുൽ ഉലമയുടെ പ്രഭാഷണവും അത് കഴിയും മിക്കവാറും ദരിദ്ര സമൂഹം ആണെന്നുണ്ടായിരുന്നു എന്നതാണ് ചരിത്രം നമ്മൾ പഠിക്കുന്നത്. ആ നിലത്തിൽ ഈ പ്രദേശത്തിൽ ഉള്ള ബഹുഭൂരിപക്ഷം വരുന്ന അമുസ്ലിം അമുസ്ലിങ്ങൾ ആ അമുസ്ലിങ്ങൾക്ക് ഇടയിൽ ഒരു ചെറിയ നിലനിർത്തമായ സമുദായം എങ്ങനെ ജീവനോടുകൂടി ഈ രാജ്യത്തിൽ വളർന്നു എന്ന് നാം ചിന്തിക്കണം. ഏതായാലും കാലം വളരെ ബുദ്ധിപൂർവമായ പ്രവർത്തനമാണ് നമ്മുടെ സുഹൃത്തുക്കളാണ് ഈ സയ്യിദ് കുടുംബത്തിലെ കാരണവർ സയ്യിദ് ഉമ്മർ ബാഫക്കി തങ്ങളുടെ പ്രസംഗവും എന്റെ പിന്നിൽ വളരെ മഹാന്മാരും പ്രസംഗിക്കാനിരിക്കണം. അവർക്കെല്ലാം തടസ്സം നിൽക്കുന്നതും ശരിയല്ല എന്ന് എന്നിരുന്നാലും ഒരു കർത്തവ്യ നിർവഹണം എന്നുള്ളതൊക്കെ 1-2 വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന സുഹൃത്തുക്കളെ, ഓരോരുത്തർ യതീംഖാനയുടെയും അറബി കോളേജിന്റെയും ജൂബിലി ആഘോഷത്തിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ സാധിച്ചതിൽ എളിയ പ്രവർത്തനങ്ങളൊക്കെ എനിക്കറിയായ സന്തോഷവും ചരലാഭ്യമാണ്. പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ 4 സയ്യിദുമാരും ഒരുമിച്ച് പങ്കെടുത്ത ഈ ജൂബിലി ആഘോഷം എന്തുകൊണ്ടും ശ്രദ്ധേയമായിരുന്നു. 2006 നടന്ന 40ാം വാർഷികം ഓർഫനേജ് ചരിത്രത്തിലെ വഴിത്തിരിവായിരുന്നു. വിവരസാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പുത്തൻ ചുവടുവയ്പ്പുകൾക്ക് ഈ സമ്മേളനം കാരണമായി. അത്യാധുനിക